ഹായ് എവ്രി വൺ. അപ്പോൾ 1 ഇയർ അഗോ ഞങ്ങൾ പോയൊരു ഊട്ടി ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. ബാംഗ്ലൂർ ടു ഊട്ടി ഒരു ലോങ് ട്രാവൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി കയറി രാവിലെ ഊട്ടിയിലെത്തുന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഹോം സ്റ്റേ ആയിരുന്നു. സോ അങ്ങോട്ടേക്ക് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. സോ അവർ വരുന്നത് കൊച്ചി ടു ഊട്ടി ട്രെയിനിലാണ്. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. സോ ഞങ്ങൾ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഒരു വാക്കിന് പോയി. അപ്പോഴേക്കും അവരൊക്കെ എത്തി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഹിൽ ടോപ്പ് ആയിരുന്നു. സോ അവിടെ താഴെ എത്തി. നമ്മൾ വണ്ടി അവിടെയാണ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം. മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ഈ ഹിൽ ടോപ്പിൻ്റെ പേര് ഡൊഡ്ഡബേട്ട പീക്ക് വ്യൂ ടവർ എന്നാണ്. സോ അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ തന്നെ ഇതുപോലെ ഒരു ടവർ ഉണ്ടാവും. ടവറിൻ്റെ മേലെ കയറിയിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മോർണിംഗിൽ തന്നെ പോയതുകൊണ്ട് തന്നെ ചെറിയൊരു എന്താ പറയുക, തണുപ്പും കോടയും പിന്നെ സൂര്യോദയത്തിൻ്റെ ഓരോരോ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് ടീ ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഊട്ടിയിൽ ഉള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടീ ഫാക്ടറീസും ചോക്ലേറ്റ് ഫാക്ടറീസും കാണും. സോ അതിലൊരു ടീ ഫാക്ടറിയാണ് ഇത്. നല്ല ഫ്രഷ് തേയില കൊടുന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് എന്താ പറയുക, പല പ്രൊസീജിയേഴ്സിലൂടെയും പല എക്യുപ്മെൻറ്റ്സിലൂടെയും കടന്നു പോയി അവസാനം ചായപ്പൊടിയായി മാറുന്നതാണ് ഈ ഫാക്ടറിയിൽ. അങ്ങനെ ലൈവായിട്ട് ഞാൻ ചായപ്പൊടി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടു. സോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഞങ്ങളുടെ കൂടെ ഗൈഡായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിറങ്ങുന്ന സ്ഥലത്ത് തന്നെ അവരുടെ ചായപ്പൊടി എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചായ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാണ് ഈ ചിരി. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ പലതരം വെറൈറ്റി ഓഫ് ചായപ്പൊടികൾ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞങ്ങളും കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആൻഡ് നമ്മൾ അടുത്തത് പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് സാമ്പിൾ ചോക്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് അവർ ഉണ്ടാക്കുന്നതാണ്. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ പല ആൽമണ്ട്സ്, അങ്ങനെ നട്ട്സിലേക്ക് എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ആണ്. സോ ഞങ്ങൾ അവിടുന്ന് കുറച്ചധികം ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് ഇറങ്ങി. ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കണ്ടു കഴിഞ്ഞ് കുറേ ദൂരം മുന്നോട്ട് പോകുന്നപ്പോഴാണ് ഞങ്ങളിവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ഇവിടെ കുറേ ഷോപ്പുകളും പിന്നെ ഒരു കുഞ്ഞി വാക്സ് മ്യൂസിയം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ ഞങ്ങൾ ഈ വാക്സ് മ്യൂസിയത്തിലേക്ക് കയറിയപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രതിമകളുണ്ടായിരുന്നു. ഇവിടേക്കൊന്നും അധികം ആൾക്കാരില്ല തോന്നുന്നു, കാരണം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവർ രണ്ടുപേരുമാണ്. രണ്ടിലും അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയാനായിട്ട് കുറച്ച് സോഷ്യൽ മെസ്സേജസ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വാക്സിൻ്റെ പ്രതിമകൾ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, അടിപൊളിയായിട്ട് തോന്നി. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഇവിടെയുള്ള കുറച്ച് ഷോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലൊരു ഷോപ്പിൽ കുറേ ചോക്ലേറ്റ് ഐറ്റംസും പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടുന്നും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്. ഇതൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു
റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങളിവിടെ എത്തിയത് ഗൂഗിളിലെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് എത്തിയത്. അടിപൊളി ഒരു ഗാർഡൻ സെറ്റപ്പും പിന്നെ എന്തൊരു ഗസ്റ്റ് ഹൗസ് സെറ്റപ്പൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പുറത്ത്. പിന്നെ അങ്ങനെ കുറേ നേരത്തിന് ശേഷം അകത്ത് കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണി, പിന്നെ എന്തോ മട്ടൻ റോസ്റ്റ്, ചിക്കൻ ഐറ്റം അങ്ങനെ എന്തൊക്കെയോ ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ഫുഡായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇനി പാർട്ട് 2 കാണാം.